നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാലും തരക്കേടില്ലാത്ത 2-3 ബ്ലോക്കുകളുണ്ട്. കാറായാലും മനുഷ്യനായാലും ഒരുപാട് നാള് കഴിയുമ്പോ ചില്ലറ കേടുപാടുകളൊക്കെ ഉണ്ടാവും. ആ ബ്ലോക്ക് തൽക്കാലം ബ്ലോക്കായിട്ട് തന്നെ നിൽക്കട്ടെ. ആ ചേച്ചി ലൈനിലില്ലേ? ഉണ്ട്. ശ്യാം പറഞ്ഞു. വിക്രമിന്റെ വീട്ടില് ചേച്ചിയോടും ജഗൻ ചേട്ടനോടൊപ്പം ഞാൻ വന്നില്ലേ, മയക്കുമരുന്നാണെന്ന് തെളിയിക്കാൻ. അതിന്റെ വൈരാഗ്യോ വർഷയ്ക്ക്. അവളുടെ ഫ്രണ്ട്ഷിപ്പിനെ പ്രതീക്ഷിക്കണ്ടേ ചേച്ചി? അങ്ങനെയൊന്നും ചിന്തിക്കാതെ ശ്യാമേ, എനിക്ക് ശ്യാമിനെ ഒന്ന് കാണണം. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ. ഞാൻ വരാൻ ചേച്ചി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആ ശരി ചേച്ചി. ഓക്കെ. വർഷ കരണത്തടിക്കാതെ പോയെന്നേ ഉള്ളൂ. ആള് ഫുള്ള് കലിപ്പില്ല. അടിച്ചും പിടിച്ചും ഒന്നിച്ചു കഴിഞ്ഞവരാ. കോടീശ്വരം ഭർത്താവ് എന്ന് കരുതി ഇങ്ങനെയുണ്ട് ഒരു കോംപ്ലക്സ്. കോടീശ്വരന്റെ ഭാര്യ ജാടയൊന്നും വർഷയ്ക്കില്ല. അവക്ക് കാര്യമായി എന്തോ ഫീൽ ചെയ്യുന്നത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അവളങ്ങനെ പെരുമാറിയത്. എന്തായാലും ഇനി കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പുറകെ പഴയ പോലെ ചങ്ങാത്തം കൂടാനൊന്നും പോണ്ട. വർഷയെ നമുക്ക് വിടാം. നമുക്കിനി നെറ്റിയിൽ കുങ്കുമവും കഴുത്തിൽ താലിച്ചരടും ഇല്ലാത്തൊരു പെണ്ണിനെ ഫോളോ ചെയ്യാം. അതാണളിയാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, നിനക്കും നമുക്കും. ഞാനാകെ ടെൻഷനില്ല. മൈൻഡൊന്ന് സെറ്റായിട്ട് സംസാരിക്കാം. എടാ അളിയ നില്ല്. എടാ ഞങ്ങൾ വരുന്ന. എടാ നമുക്കൊരു ബീർ കയറിയാലോ? ഓടാ, 2 അടിക്കാം. വർഷേ, നീ ശ്യാമിനെ കണ്ടില്ലേ? കണ്ടു. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇനി ആൺകുട്ടികളുമായി പാലിക്കേണ്ട അകലമൊക്കെ പാലിക്കണം. എന്നാലും ശ്യാമിനോട് നിനക്ക് അകലം പാലിക്കാൻ കഴിയോ? കഴിയണം. നിങ്ങളോടൊക്കെ എനിക്കൊരു ഉപദേശമുണ്ട്. ആരോടും ഓവർ ഫ്രണ്ട്ഷിപ്പ് പാടില്ല. ആ ബന്ധമൊക്കെ വച്ചോണ്ട് ഇവനൊക്കെ ഭർത്താവും കുടുംബമായി കഴിയുമ്പോ മുതലെടുക്കാൻ വന്നേക്കും. വീട് കയറി അക്രമത്തിന് വരെ തയ്യാറാവും. കുടുംബജീവിതം കോഞ്ഞാട്ടയാക്കും. എന്തോ മുനവച്ചാണല്ലോടാ വർഷ സംസാരിക്കുന്നത്. നീ വർഷയുടെ വീട്ടിലെ ആക്രമണത്തിന് വല്ലതും പോയാ? പക്ഷേ എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും കേക്കണ്ട. പോടാ പോടാ. ഇത് കുറച്ച് കൂടിപ്പോയി വർഷേ. ശ്യാമിനെ അങ്ങനെ വേദനിപ്പിച്ച് വിട്ടത് ശരിയായില്ല. അച്ഛനെന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനാണോ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി? സംസാരിക്കാനാണെങ്കിൽ അത് വീട്ടിൽ വെച്ചാകാമായിരുന്നല്ലോ. പോരാ, ഇത് വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? പറയാം. അച്ഛന് പെൻഷനായി, വരുമാനമൊക്കെ നിലച്ചു. ഏയ് ഒന്നുമില്ല. എന്താ അച്ഛനൊരു അസ്വസ്ഥത? അച്ഛൻ എന്തേലും വയ്യായികയുണ്ടോ? അത് സാരമില്ല. ഇന്ന് ഞാൻ അച്ഛമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയിട്ട് വരുന്ന വഴിയിൽ ആ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്നൊരു വിയർപ്പും തളർച്ച അനുഭവപ്പെട്ടു. അധികം താമസിയാതെ ഒരു ബോധക്കേട് വന്നു.
പെട്ടെന്ന് റോഡിൽ വീണു. അച്ഛാ എന്നിട്ട് ആ, അവിടെ കൂടിയാരോ എല്ലാം ചേർന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലാക്കി. ആ, ആ, എന്നിട്ടെന്താ അച്ഛൻ എന്നെ വിളിക്കായിരുന്നത്? ആ, വലിയ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും തരക്കേടില്ലാത്ത 2-3 ബ്ലോക്കുകളുണ്ട്. കാറായാലും മനുഷ്യനായാലും ഒരുപാട് നാള് കഴിയുമ്പോ ചില്ലറ കേടുപാടുകളൊക്കെ ഉണ്ടാവും. ആ, ബ്ലോക്ക് തൽക്കാലം ബ്ലോക്കായിട്ട് തന്നെ നിൽക്കട്ടെ. ആ, അച്ഛന് ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു മോനെ. അത് എന്റെ മൂത്ത മോനോടൊന്ന് പറഞ്ഞാൽ കൊള്ളാൻ തോന്നി. അറിയാച്ചാ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഒരു 3 നില കെട്ടിടം, അതല്ല അച്ഛൻ്റെ ആഗ്രഹം. അതിന് അടിത്തറയിടാൻ വച്ചിരുന്ന പൈസ മുഴുവനും അച്ഛൻ മനോജിന് കൊടുത്തില്ലേ? അതൊന്നുമല്ല, 3 നില മാളിക ഒന്നുമല്ല അച്ഛന്റെ ആഗ്രഹം. എന്റെ വന്ദനമോളുടെ കല്യാണം, അതും കൂടി കാണണം എനിക്ക്. അതെങ്ങനെ നടക്കാനാ? ജാതകദോഷം മൂലം കല്യാണം മുടങ്ങിപ്പോകുന്നവള് ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയുടെ ബാധ്യത കൂടി തലയിലെടുത്തു വെച്ചാ എങ്ങനെ കല്യാണം നടക്കാനാ? അച്ഛാ, വന്ദന അവൾ അച്ഛന്റെ നെഞ്ചില് ഒരു ഭാരമായിട്ട് എന്നും ഉണ്ടാവും മോനെ. അവസാനം അച്ഛനെ വിറവ് കൊള്ളി കൂട്ടി ചിത ഒരുക്കുമ്പോഴും നെഞ്ചിൽ ഈ ഭാഗം മാത്രം കത്താതെ അങ്ങനെ കിടക്കും. അത്രയ്ക്ക് ആദ്യ ഈ നെഞ്ചില്. അച്ഛാ, അച്ഛന് മരിക്കും മുമ്പ് മറ്റൊരു മോഹം കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ആദ്യത്തെ കുഞ്ഞ് ആൺകുട്ടിയാവുമ്പോ അച്ഛന്റെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ടാവും. അവൻ വളർന്ന് ജോലിക്കാരനാവുമ്പോ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു 100 രൂപ കൈനീട്ടി വാങ്ങാൻ ഏതൊരച്ഛനും കൊതിക്കും. അത് അച്ഛന് പകരുന്നതൊരു ധൈര്യമാണ്. തനിക്ക് ശേഷം കുടുംബത്തെ തന്റെ മോൻ സംരക്ഷിക്കുന്ന ധൈര്യം. പക്ഷെ മൂത്ത മോനായ നിന്നിൽ നിന്നോ ഇളയ മോനായ മനോജിൽ നിന്നും അങ്ങനൊരു ധൈര്യം കിട്ടിയില്ല. അച്ഛാ, ഞാൻ അച്ഛന് സങ്കടമൊന്നുമില്ല മോനെ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന വിധി പോലെ കാര്യങ്ങൾ നടക്കൂ. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛനെന്തോ നിന്നോടിതൊക്കെ പറയണമെന്ന് തോന്നി. ചിലപ്പോ മരണം അടക്കുന്നതിന്റെ ആവാം. നീ പൊയ്ക്കോ. അച്ഛാ, നമുക്കൊരുമിച്ച് പോവാം. വേണ്ട മോനെ, അച്ഛൻ 1-2 പേരെ കാണാനുണ്ട്. നീ പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.